ഹായ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു കേരക്കറി വെച്ചാലോ? വായോ. വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് കടുകിട്ടു. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ നമ്മൾ കുറച്ച് ഉലുവ ഇട്ടു. ചിലരാണെങ്കിൽ കടുക് ഇടത്തില്ല. പിന്നെ നമ്മൾ കടുകൊന്ന് ആയി ചുമന്ന് വന്നപ്പോഴത്തേന് ഇഞ്ചി ഇട്ടു. ഇഞ്ചി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേന് നമ്മൾ വെളുത്തുള്ളി ഇട്ടു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി. അരപ്പാണ്. 1 കിലോ കേരമീനാണ്. ഇത് നമുക്ക് വറ്റൽമുളക് വറുത്തെടുത്തിട്ട് അരച്ചതാണ്. അതുപോലെ ആ വറ്റൽമുളക് വറുത്ത പാനിനകത്ത് ഞാനൊരു 2 അല്ലി വെളുത്തുള്ളി, 3-4 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടെ ഒന്ന് ചൂടാക്കി ഇതിനോടൊപ്പം അരച്ചിട്ടുണ്ട്. ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അവന് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇനി ചെറിയ സ്പൂണാണ്. ഇപ്പോൾ ഉണ്ടോ, എണ്ണ എല്ലാം തെളിഞ്ഞ് നല്ല ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫാക്കി ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മീനെല്ലാം പെറുക്കി, സാധാരണ ഇത് ഇങ്ങനെ മുക്കി മീൻ വറക്കാൻ എടുക്കുന്നത് പോലെയാണ് എടുക്കേണ്ടത്. ഇത് ചെറിയ ചെറിയ കഷ്ണമാണ്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഇടുന്നത്. 1 കിലോ കരിമീനുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി വെച്ച് മീൻ വെക്കുന്ന മീൻ ചട്ടി വെച്ച് അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ചട്ടി ഇങ്ങനൊന്ന് ചുറ്റിച്ച് പിടിക്കാത്ത വിധത്തിൽ എടുത്തിട്ട് നമ്മളതിനകത്ത് കുറച്ച് കറിവേപ്പില ഇങ്ങനെ അടുക്കി വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് പുളി അടിയിലിടുക. എന്നിട്ട് മീൻ ഇങ്ങനെ ലെയറായിട്ട് കോരി അതിനകത്തോട്ട് വെക്കുക. അങ്ങനെ എല്ലാ മീനും നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാം. ഞാൻ ഇത് അരപ്പെല്ലായിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് മീൻ ഫില്ല് ചെയ്ത് ചാറ് വേകാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം, പറ്റിച്ചെടുക്കാം. അതിൻ്റെ മുകളിലും ബാലൻസ് 1-2 കഷ്ണം പുളിയും കറിവേപ്പില എല്ലാം ഇട്ട് നന്നായിട്ട് മീൻ പറ്റിച്ച് വാങ്ങാം. കേരക്കറി നന്നായിട്ട് വറ്റി നല്ല പാകമായി വന്നിട്ടുണ്ട്. ഒരു നല്ല കിടുക്കാച്ചി മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.